Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലും ബുധനാഴ്ച രാത്രി വീശിയടിച്ച കാറ്റിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ മുറിഞ്ഞു വീണ് നിരവധി വീടുകൾ തകർന്നു. ഒപ്പം നിരവധിയിടങ്ങളിൽ കൃഷിനാശം. ഉത്തര മലബാറിലെ വസന്തോത്സവമായ പൂരമഹോത്സവത്തിന് സമാപനം. മാടായിക്കാവ് പൂരമഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിനിർഭരമായ പൂരംകുളി ആറാട്ട് ചടങ്ങ് നടന്നു. മാടായിപ്പാറയിലെ വടുകുന്ന തടാകത്തിൽ നടന്ന പൂരംകുളി ദർശിക്കാൻ പതിനായിരങ്ങൾ എത്തിച്ചേർന്നു. മാലിന്യത്തിൽ നിന്ന് എന്ന് മോക്ഷം കിട്ടുമെന്നറിയാതെ കടുത്ത വേനലിലും വറ്റാതെ ഒഴുകി പരിയാരത്തെ അലക്യം തോട്. തോട് സംരക്ഷണത്തിനായി പല പദ്ധതികളും തയ്യാറാക്കിയെങ്കിലും കാലം ഇത്ര കഴിഞ്ഞിട്ടും ഒന്നും തന്നെ നടപ്പാക്കിയിട്ടില്ല. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS വിഷുചന്ത തുറന്നു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തൊരുക്കിയ ചന്ത നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലും ബുധനാഴ്ച രാത്രി വീശിയടിച്ച കാറ്റിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ മുറിഞ്ഞ് നിരവധി വീടുകൾ തകരുകയും കേടുപാടുകൾ വരികയും കൃഷിനാശവും ഉണ്ടായി. കക്കുന്നത്തെ കിഴക്കൻ കമലാക്ഷിയുടെ വീടിന് മുകളിൽ കമുക് മുറിഞ്ഞു വീണ മേൽക്കൂര തകർന്നു. ബുധനാഴ്ച രാത്രി 8:30 വീശിയടിച്ച കാറ്റിലാണ് മരം മുറിഞ്ഞ് വീടിന് മുകളിലേക്ക് വീണത്. കമലാക്ഷിയും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ള വീട്ടുകാർ അടുക്കള ഭാഗത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം. വീടിന്റെ ഹാളിലേക്ക് ഓടും മരങ്ങളും തകർന്നു വീണു. ഭാഗ്യം കൊണ്ടാണ് വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. 8 മണിക്ക് അമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇടിയെന്നാ വിചാരിച്ചിന്. അപ്പോഴത്തേക്ക് ആളിലെല്ലാം പൊട്ടി കങ്ങ് വീണിട്ടെല്ലാം ഉള്ളിലെല്ലാം വെള്ളം കയറി ഓടെല്ലാം പോയി. അമ്മ കുഞ്ഞോളും അമ്മയെല്ലാം അടുക്കള ഭാഗത്തായതുകൊണ്ട് രക്ഷപ്പെട്ടിന്. കക്കുന്നത്തെ ക്ഷീരകർഷക കീനേരി ശാന്തിയുടെ വീടിന് മുകളിലേക്ക് കൂറ്റൻ തെങ്ങ് മുറിഞ്ഞു വീണു. വീടിനകത്തുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന് പിന്നിലെ തെങ്ങ് ശക്തമായ കാറ്റിൽ മുറിഞ്ഞ് വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ ശാന്തയും മക്കളും വീടിനകത്തുണ്ടായിരുന്നെങ്കിലും ശബ്ദം കേട്ട് പുറത്തേക്കോടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന് പിന്നിലെ റൂഫിംഗ് ഷീറ്റുകളും പൈപ്പുകളും ഓടുകളും തകർന്നു. വിവിധ സ്ഥലങ്ങളിൽ കൃഷിനാശമുണ്ടായി. വൾവക്കാട്ടെ വ്യാപാരിയും കർഷകനുമായ സപ്ന ലത്തീഫിന്റെ പച്ചക്കറി ഇനങ്ങളും ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളും കാറ്റിൽ നശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാടായിക്കാവ് പൂരമഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിനിർഭരമായ പൂരംകുളി ആറാട്ട് ചടങ്ങ് നടന്നു. മാടായിപ്പാറയിലെ വടുകുന്ന തടാകത്തിൽ നടന്ന പൂരംകുളി ദർശിക്കാൻ പതിനായിരങ്ങൾ എത്തിച്ചേർന്നു. ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് മാടായി തിരുവർക്കാട്ടുകാവ്. പൂരനാളിൽ രാവിലെ 7 മണിയോടെ ദേവിയുടെ വിഗ്രഹം തെക്കിനാക്കൽ കോട്ടയിലേക്ക് എഴുന്നള്ളത്ത് നടന്നു. വാദ്യമേളത്തോടെ പരിവാരങ്ങളുമായി ആദ്യം മാടായിക്കാവിലെത്തൽ, തറയിൽ വെച്ച് ഭക്തർക്ക് ദർശനം നൽകി. തുടർന്ന് 1-ാം തറയ്ക്ക് സമീപം ക്ഷേത്രം ഇളയപിടാരരുടെ നേതൃത്വത്തിൽ നാന്തകവാൾ പയറ്റും നടന്നു. തെക്കിനാക്കൽ കോട്ടയിൽ വെച്ച് അപ്പം എറിയൽ ചടങ്ങും നടന്നു. തുടർന്ന് വടുകുന്ത ക്ഷേത്രത്തിലെത്തിയ ശേഷം വടുകുന്ത തടാകത്തിലെത്തി പൂരംകുളി ആറാട്ട് നടക്കുന്നു.
പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പൂരംകുളി ആറാട്ട് കാണാൻ എത്തിയത്. തുടർന്ന് ദേവി മാടായിക്കാവിലേക്ക് തിരിച്ചെഴുന്നള്ളത്ത് നടത്തുന്നു. പൂരോത്സവത്തിന്റെ ഭാഗമായി പൂരക്കഞ്ഞി വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായി പൂരോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പൂരച്ചന്തയും ഏറെ ശ്രദ്ധേയമാണ്. ജാതിമത ഭേദമന്യേ ആളുകൾ പൂരച്ചന്തയിലെത്തുന്ന മനോഹര കാഴ്ചയാണ് ഇവിടെ. ഒരു കാലത്ത് അടിമച്ചന്ത പോലും ഇവിടെ നിലനിന്നിരുന്നതായും പഴമക്കാർ പറയുന്നു. ആധുനിക സൂപ്പർ മാർക്കറ്റുകളും മാളുകളും ഇല്ലാതിരുന്ന കാലം ഉപ്പു മുതൽ കർപ്പൂരം വരെ ലഭിച്ചിരുന്നു പൂരച്ചന്തയിൽ. കാലം മാറിയിട്ടും പൂരച്ചന്തയിൽ സാധനങ്ങൾ വാങ്ങാൻ വൻ തിരക്കാണ്. മൺചട്ടി, പച്ചക്കറികൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ, ചൂതുമാച്ചി, കത്തി കൂടാതെ പുഴമത്സ്യങ്ങൾ ഉൾപ്പെടെ പൂരച്ചന്തയിൽ ലഭിക്കും. പണ്ടുകാലത്ത് അടിമകളെ കാർഷിക ജോലികളും മറ്റും ചെയ്യുന്നതിനായി ഇവിടെ വെച്ച് വിൽപ്പന നടത്തിയതായും പഴമക്കാർ പറയുന്നു. നാട്ടിൻ പുറത്തുള്ള നിങ്ങൾക്കൊക്കെ മൺപാത്രത്തിലാണ് ചോറെങ്കിൽ ഞങ്ങൾക്ക് തമ്പുരാൻ്റെ വീട്ടിൽ പൊൻകിണ്ണത്തിലാണ് ചോറ് എന്നുള്ള ഭാഷയൊക്കെ അവർ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ അടിമച്ചന്ത, മനുഷ്യനെ വിൽക്കുന്ന ചന്ത ഈ പ്രാചീന കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. നായനാന്മാർ മലയോരത്ത് നിന്ന് വന്ന് അവരെ ലേലം വിളിച്ചു കൊണ്ടുപോകും. അത് അധികവും പുരുഷന്മാരെ അല്ല കൂട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീകളാണ് അടിമച്ചന്തയിൽ വിൽപ്പന ചരക്കായിട്ടുണ്ടാവൽ. അതും ഉയർന്ന ജാതിക്കാരായിരിക്കില്ല. അത് ഏറ്റവും ഞാൻ പറയാൻ പാടില്ല, സമൂഹം താഴ്ന്ന ജാതിക്കാരായി കണ്ട് മാറ്റി നിർത്തപ്പെട്ടവരെ ആണ് അന്ന് ലേലത്തിൽ കൊണ്ടുപോയിട്ട് തമ്പുരാൻ്റെ അല്ലെങ്കിൽ നായനാർമാരുടെ വീടുകളിൽ മലയോരങ്ങളിൽ കൊണ്ടുപോയി പണിയെടുപ്പിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതൊക്കെ ഐതിഹ്യ കഥകളിൽ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാടായിപ്പാറയിലെ പൂരച്ചന്തയിൽ സാധനങ്ങൾ വാങ്ങാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വടക്കൻ കേരളത്തിന്റെ സുപ്രധാന ഉത്സവമായ പൂരോത്സവത്തിന് സമാപനം കുറിച്ച് ക്ഷേത്രങ്ങളിലും കാവുകളിലും പൂരംകുളി ചടങ്ങ് നടന്നു. പയ്യന്നൂർ കണ്ടങ്കാളിയിലെ കണകത്ത് കഴകം പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ പൂരംകുളി ചടങ്ങാണ് ഇതിൽ ഏറെ ശ്രദ്ധേയം. സമചതുരാകൃതിയിൽ കെട്ടിയ കുളത്തിന് നടുവിലായി നിർമ്മിച്ച കിണർ. കുളപ്പടവിൽ നിന്നും കിണറിലേക്ക് ഭഗവതിയുടെ പ്രതിപുരുഷനായി കണക്കാക്കുന്ന വെളിച്ചപ്പാടൻ മഞ്ഞൾ കുറിയിടുന്നതോടെ പൂരംകുളി ചടങ്ങ് ആരംഭിക്കുന്നു. തുടർന്ന് ചാർത്തിയ ആടയാഭരണങ്ങൾ മാറ്റിവെച്ച ശേഷം ക്ഷേത്രം കർമ്മിയായ അന്തിതിരിയൻ കിണറിലേക്ക് ചാടുകയും ഉയർന്നു വരുമ്പോൾ ബാല്യക്കാർ പിടിച്ചു കയറ്റുകയും ചെയ്യുന്നു. പിന്നീട് മറ്റു ക്ഷേത്രേശന്മാരും ഇതേ രീതിയിൽ ചടങ്ങ് നടത്തും. പൂരംകുളി ചടങ്ങിന് പേര് കേട്ട പയ്യന്നൂർ കണ്ടങ്ങാളി കണകത്ത് കഴകം പൂമാല ഭഗവതി ക്ഷേത്രത്തിലെ പൂരംകുളി ചടങ്ങ് ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള അഴുക്കാണം കുളക്കടവിലാണ് നടക്കുക. പൂരംകുളിയോടെ കോലത്തുനാടിന്റെ വസന്തോത്സവം എന്നറിയപ്പെടുന്ന പൂരോത്സവത്തിന് സമാപനമാകും. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പൂരംകുളി ചടങ്ങിന് സാക്ഷികളായത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പൂരോത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള പൂരംകുളിക്കായി പയ്യന്നൂർ തെരു ശ്രീ അഷ്ടമച്ചാൽ ഭഗവതി മടത്തുംപടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. ക്ഷേത്രകുളത്തിൽ നടന്ന ഭഗവതിയുടെ പൂരംകുളി ദർശിക്കാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നത്. ഉത്തരമലബാറിലെ വസന്തോത്സവമായ പൂരോത്സവത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ വേറിട്ട അനുഷ്ഠാന ചടങ്ങുകളാണ് കഴിഞ്ഞ 9 ദിനങ്ങളിലായി ക്ഷേത്രങ്ങളിലും കാവുകളിലും കഴകങ്ങളിലും നടന്നു വന്നത്.
പൂരോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് വിവിധയിടങ്ങളിൽ പൂരംകുളി ചടങ്ങ് നടന്നു. പയ്യന്നൂർ തെരു ശ്രീ അഷ്ടമച്ചാൽ ഭഗവതിയുടെ പൂരംകുളി ആറാടിക്കൽ നടക്കാറുള്ളത് പയ്യന്നൂർ മടത്തുംപടി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രകുളത്തിലാണ്. അഷ്ടമച്ചാൽ ക്ഷേത്രം ആചാരക്കാരുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും നിരവധി ഭക്തജനങ്ങളുടെയും അകമ്പടിയോടെ ഭഗവതി പൂരംകുളിക്കായി മടത്തുംപടി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. തൻ്റെ ആദ്യ സങ്കേതമായിരുന്ന ഇടമെന്ന നിലയിലാണ് ഭഗവതി പൂരംകുളിക്കായി മടത്തുംപടി ക്ഷേത്രത്തിലെത്തുന്നത്. വർഷം തോറും നടക്കുന്ന പൂരമഹോത്സവത്തിൻ്റെ സമാപന ചടങ്ങിൽ മാത്രമാണ് അഷ്ടമച്ചാൽ ഭഗവതി പയ്യന്നൂർ പെരുമാളിൻ്റെ ഊരിന് പുറത്തേക്ക് എഴുന്നള്ളുന്നത്. പൂരംകുളി ചടങ്ങിന് ശേഷം തിരിച്ചെഴുന്നള്ളുന്ന ഭഗവതി 10 വീട് 16 മന തുടങ്ങിയ തറവാട്ടിടങ്ങളിലും മറ്റും സന്ദർശനം നടത്തിയ ശേഷം ത്രിസന്ധ്യയോടെയാണ് തിരിച്ച് മാടം കയറുക. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൂരംകുളി കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസത്തെ ആറാട്ടുത്സവത്തോടെയാണ് അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരോത്സവത്തിന് സമാപനമാവുക. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാലിന്യത്തിൽ നിന്ന് എന്ന് മോക്ഷം കിട്ടുമെന്നറിയാതെ കടുത്ത വേനലിലും വറ്റാതെ ഒഴുകുകയാണ് പരിയാരത്തെ അലക്യം തോട്. തോട് സംരക്ഷണത്തിനായി പല പദ്ധതികളും തയ്യാറാക്കിയെങ്കിലും കാലം ഇത്ര കഴിഞ്ഞിട്ടും ഒന്നും തന്നെ നടപ്പാക്കിയിട്ടില്ല. അലക്യം തോട്ടിൽ മാലിന്യം നിറഞ്ഞില്ലെങ്കിൽ തോട്ടിലെ വെള്ളം കുടിവെള്ള വിതരണത്തിന് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു. തോട് സംരക്ഷണ പ്രവർത്തനങ്ങൾ നിരവധിയായി നടത്തിയെങ്കിലും കണ്ണൊന്നു തെറ്റിയാൽ മാലിന്യം അലക്യം തോട്ടിലാണ്. ചെറുതാഴം കടന്നപ്പള്ളി പാനപ്പുഴ പഞ്ചായത്തിലെ ജലസ്രോതസ്സായ ഈ തോട് കൃഷി നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. പരിയാരം ആയുർവേദ കോളേജിലേക്ക് ശുദ്ധജലം പോകുന്ന കിണർ സ്ഥിതി ചെയ്യുന്നതും തോടിന് അരികിലാണ്. മാലിന്യം പെരുകുന്നത് ഈ വെള്ളത്തെയും ബാധിക്കുന്നുണ്ട്. മഴക്കാലത്ത് തോട്ടിലെ വെള്ളം സമീപത്തെ വീടുകളിലേക്കും മറ്റും വ്യാപിക്കുന്നത് പകർച്ചവ്യാധി ഉൾപ്പെടെ പകരുന്നതിന് കാരണമാകും. തോടിന് ഭിത്തി കെട്ടി സംരക്ഷിക്കാനും ദേശീയപാതയിൽ ക്യാമറകൾ സ്ഥാപിക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും നാളിതുവരെയായി നടപ്പിലാക്കിയിട്ടില്ല. വറ്റാത്ത ഉറവയ്ക്കായി നാടൊന്നിച്ച് അണിനിരന്നാലേ അലക്യം തോടിന് മോക്ഷം കിട്ടൂ. വേനൽ ചൂടിൽ നാടാകെ ഉരുകുമ്പോൾ വറ്റാത്ത ജലസ്രോതസ്സായി മാറുകയാണ് അലക്യം തോട്. ഇത് സംരക്ഷിച്ചു നിർത്തുകയാണെങ്കിൽ നാളേക്ക് കരുതിവെക്കാവുന്ന അമൂല്യ സമ്പത്താണ് ഇത്തരം ജലാശയങ്ങൾ. പരിയാരം മെഡിക്കൽ കോളേജിന് സമീപം ദേശീയപാതയോരത്തെ ഈ തോട് മാലിന്യം നിറയുന്നതു കാരണം ഉപയോഗശൂന്യമാണിപ്പോൾ. വേനലിൽ വെള്ളം കിട്ടാതെ ഒട്ടേറെ പേർ പരക്കം പായുമ്പോൾ സമൃദ്ധമായ ഈ ജലസ്രോതസ് സംരക്ഷണമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയപാതയ്ക്കരികെ മാലിന്യം പേറി സംരക്ഷണമില്ലാതെ അവഗണിക്കപ്പെടുകയാണ് ഈ നീർച്ചാൽ. അലക്യം തോടിനെ സംരക്ഷിക്കണമെന്ന ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് കാലമേറെയായെങ്കിലും ഫലമുണ്ടായിട്ടില്ല. മാലിന്യം നീക്കി അരികുകൾ കെട്ടി സംരക്ഷിക്കുകയും മാലിന്യം തള്ളുന്നത് നിരോധിക്കുകയും ചെയ്താൽ നാളേക്കുള്ള മികച്ച ജലസ്രോതസ്സായി ഇത് മാറും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS വിഷുചന്ത തുറന്നു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തൊരുക്കിയ ചന്ത നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തൊരുക്കിയ വിഷുചന്ത നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ B കൃഷ്ണൻ, P ലത, കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടന്റ് ലീല MP, മെമ്പർ സെക്രട്ടറി രേഖ M, കുടുംബശ്രീ അക്കൗണ്ട് ലസിത റിജു, CDS അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കുടുംബശ്രീയുടെ 10-ലധികം സംരംഭകർ പങ്കെടുക്കുന്ന ചന്തയിൽ നിന്നും നാടൻ പച്ചക്കറികൾ, ഗുണമേന്മയേറിയ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളായ തുണികൾ, പലഹാരങ്ങൾ, ചായ, പായസം, വിവിധതരം അച്ചാർ, പൊടികൾ, വിഷുക്കണിക്ക് ആവശ്യമായ വിഭവങ്ങൾ, കളരി മർമ്മ ചികിത്സാ മരുന്നുകൾ, ആയുർവേദ മരുന്നുകൾ എന്നീ മിതമായ നിരക്കിൽ ലഭിക്കും. നഗരസഭാ ഓഫീസ് പരിസരത്തും പെരുമ്പയിലെ കുടുംബശ്രീ സ്ഥിരം വിപണന കേന്ദ്ര പരിസരത്തുമാണ് ചന്തയൊരുക്കിയിരിക്കുന്നത്. 10, 11, 12, 13 തീയതികളിലാണ് വിഷുചന്ത തുറന്നു പ്രവർത്തിക്കുക. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പൂരത്തോടനുബന്ധിച്ച് കൊഴുമൽ ശ്രീ മാക്കിയിൽ മുണ്ടേക്കാവ് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ മറത്ത് കളി ആകർഷണീയമായി. P സന്തോഷ് പണിക്കരും P ദാമോദരൻ പണിക്കരുമാണ് പണ്ഡിത സദസ്സിൽ ഏറ്റുമുട്ടിയത്. ഞാൻ ധാർമ്മിക പ്രവർത്തി ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്റെ ബന്ധപ്പെട്ടവർക്ക് പദ്യം പൂർത്തിയാക്കിയ ശേഷം തന്റെ ബന്ധപ്പെട്ടത് തന്നെ എല്ലാ കൊഴുമൽ ശ്രീ മാക്കിൽ മുണ്ടേക്കാവ് വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ മറത്തുകളി ആകർഷണീയമായി. കൊഴുമൽ ശ്രീ മാക്കിൽ മുണ്ടേക്കാവിലെ P സന്തോഷ് പണിക്കരും തവിടിശ്ശേരി പെരുന്തട്ട പെരുന്തോട്ടം സ്ഥാനം പുലിയൂരുകാളി ക്ഷേത്രത്തിലെ
കാഞ്ഞങ്ങാട് പി ദാമോദരൻ പണിക്കരുമാണ് പണ്ഡിത സദസ്സിൽ ഏറ്റുമുട്ടിയത്. വാദപ്രതിവാദങ്ങൾ നടത്തുന്നത് കേൾക്കാൻ നിരവധി പേരാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ ആകർഷിക്കാൻ കഴിയുന്ന ഒന്നാണ് മറുത്തുകളിയെന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ആബാലവൃദ്ധജനം തെളിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പഞ്ചായത്ത് പരിധിയിലുള്ള മുഴുവൻ അംഗൻവാടികളിലും പുത്തൻ വെയിങ് മെഷീനുകളും കസേരകളും നൽകി തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത്. അംഗൻവാടികളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 2024-25 വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സാമഗ്രികൾ നൽകിയത്. കുരുന്നുകളുടെ ആരോഗ്യ പരിശോധനയ്ക്കുൾപ്പെടെ തൂക്കം ഉറപ്പുവരുത്തുന്നതിനായാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ 39 അംഗനവാടികൾക്കും വെയിങ് മെഷീനുകൾ നൽകിയത്. ഓരോ അംഗനവാടിക്കും 10 വീതം കസേരകളും വിതരണം ചെയ്തു. അംഗനവാടി ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി യോഗങ്ങൾക്കും മറ്റുമായി രക്ഷിതാക്കൾക്ക് ഇരിക്കാനായാണ് കസേരകൾ നൽകിയത്. 3 ലക്ഷം രൂപയാണ് ഇതിനായി ചിലവഴിച്ചത്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം നിർവഹിച്ചു. അതിന്റെ ആ പദ്ധതി വിനിയോഗിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കാലം നേശ്വരി ഒരു നിർജീവാവസ്ഥ അംഗൻവാടി ടീച്ചർമാരുടെ ഉണ്ട്. അത് മാറണം. കഴിഞ്ഞ കാലങ്ങളിൽ പോലെയല്ല, നേശ്വരി നിർജീവാവസ്ഥയുണ്ട്. അതൊന്ന് മാറി ചടപുടഞ്ഞ് എഴുന്നേറ്റ് ആവശ്യമായ പ്രവർത്തനമായി മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഏൽപ്പിക്കൽ ചടങ്ങാണ്. M. സൗദ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ റോസ്ന വിൻസെന്റ് പദ്ധതി വിശദീകരിച്ചു. ഫായിസ് ബീരിച്ചേരി, E. ശശിധരൻ, KM ഫരീദ BV എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാസ്റ്റേഴ്സ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ ഇന്ത്യയായി തിരഞ്ഞെടുത്ത എരമം സ്വദേശി MV മോഹൻദാസിനെ എരമം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്രമന്ദിത്തിരിയൻ സന്തോഷ് മോഹൻദാസിനെ പൊന്നാടയണിയിച്ചു. ഛത്തീസ്ഗഡിൽ നടന്ന മാസ്റ്റേഴ്സ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ ഇന്ത്യയായി തിരഞ്ഞെടുത്ത എരമം സ്വദേശി നടുവിലെ വീട്ടിൽ മോഹൻദാസിനെ എരമം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. പൂരദിവസമായ വ്യാഴാഴ്ച ക്ഷേത്ര ചടങ്ങുകൾക്കുശേഷം ക്ഷേത്ര ഭണ്ഡാരപുരിയിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം അന്തിത്തിരിയൻ സന്തോഷ് മോഹൻദാസിനെ പൊന്നാടി അണിയിച്ചു. ക്ഷേത്ര കമ്മിറ്റിയുടെ ഉപഹാരം നാരായണൻ കോമരവും സുധാകരൻ കോമരവും ചേർന്ന് നൽകി. സെക്രട്ടറി NV കരുണാകരൻ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് V. ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. TV തമ്പാൻ, P. ഗോപാലൻ, ഷൈനി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഞാനും വിചാരിച്ചു ഇത് എങ്ങനെയായിരിക്കും ഇയാൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ നമുക്കറിയാം, അന്ന് മറ്റു പല സംസ്ഥാനങ്ങളിലുണ്ടായിരുന്നു അത്തരം ബോഡി ബിൽഡിംഗ്, പവർ ലിഫ്റ്റിംഗ്, അതുപോലെ ബോക്സിംഗ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാധ്യതയില്ലാത്ത ഒരു മേഖലയായിരുന്നു ബോഡി ബിൽഡിംഗ്. അവിടെയാണ് ശ്രീ മോഹൻദാസിന്റെ ഡെഡിക്കേഷൻ, 100% അർപ്പണ മനോഭാവത്തോടെ അദ്ദേഹം ഓരോ പടവുകളായിട്ട് പിന്നീട് റാങ്ക് ലെവലിൽ ചേർന്നു. അത് കഴിഞ്ഞ് പയ്യന്നൂർ ജിംനേഷ്യം, അതുപോലെ പയ്യന്നൂർ കോളേജിൽ മിസ്റ്റർ കണ്ണൂർ, മിസ്റ്റർ യൂണിവേഴ്സിറ്റി, തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു വ്യക്തിയാണ് ശ്രീ മോഹൻദാസ്. നെറ്റ്വർക്ക് ന്യൂസ്, ഇലാത്തറ. പഴയ കാലത്ത് വീടുകളിൽ സുപരിചിതമായിരുന്ന ഒരു രുചിയായിരുന്നു തേങ്ങാപ്പൊങ്ങിന്റേത്. തെങ്ങും തേങ്ങയും സമൃദ്ധമായിരുന്ന ഒരു കാലത്തെ ഓർമ്മപ്പെടുത്തി ഇന്നും ചില വീടുകളിൽ തേങ്ങാപ്പൊങ്ങുണ്ടെങ്കിലും അതാരും ഉപയോഗപ്പെടുത്താറില്ല. പഴയ കാലത്ത് വീടുകളിൽ സുപരിചിതമായിരുന്ന ഒരു രുചിയായിരുന്നു തേങ്ങാപ്പൊങ്ങിന്റേത്. തെങ്ങും തേങ്ങയും സമൃദ്ധമായിരുന്ന ഒരു കാലത്തെ ഓർമ്മപ്പെടുത്തി ഇന്നും ചില വീടുകളിൽ തേങ്ങാപ്പൊങ്ങുണ്ടെങ്കിലും അതാരും ഉപയോഗപ്പെടുത്താറില്ല എന്നു മാത്രം. കോക്കനട്ട് ആപ്പിൾ എന്ന ഇതിന്റെ വിളിപ്പേരുകൊണ്ട് തന്നെ ഇതിന്റെ ഗുണഗണങ്ങൾ ഊഹിക്കാവുന്നതാണ്. പഴക്കമുള്ള തേങ്ങ പൊട്ടിച്ചാൽ ഉള്ളിൽ പഞ്ഞിക്കെട്ട് പോലെ ഉരുണ്ട ആകൃതിയിൽ കാണുന്ന വസ്തുവിനെയാണ് പൊങ്ങെന്ന് പറയുന്നത്. തേങ്ങയിലെ ഏറ്റവും പോഷക ഗുണമുള്ള ഭാഗമാണ് പൊങ്ങ. മുളപ്പിച്ച പയറിനേക്കാൾ നമ്മുടെ ശരീരത്തിന് ഗുണകരവും ഫലപ്രദവുമാണ് പൊങ്ങെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്. മായമില്ലാത്തൊരു ഭക്ഷ്യവസ്തുവാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴൊക്കെ അത് ഫ്രീസറിൽ വെച്ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അത് വ്യാപകമായിരുന്നില്ല. അപ്പോൾ കേരളത്തിൽ മറ്റ് സ്റ്റേറ്റിലെ പോലെ ഇളനീര് പോലും വ്യാപകമായിട്ടൊരു പാനീയമായി മാറിയിട്ടില്ല. ശരിക്കും നമ്മുടെ ഈ തെങ്ങ് കൃഷിക്കാർക്ക് ഇപ്പോഴും വരെയുണ്ട്. മുമ്പ് തേങ്ങ കൃഷിക്കാർ എല്ലാ സമയത്ത് തേങ്ങാപ്പൊങ്ങ് ഒരു വ്യവസായം ആരംഭിച്ചാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. കേരളത്തിൽ തേങ്ങാപ്പൊങ്ങൊരു വളരെ പ്രധാനപ്പെട്ടൊരു ആഹാര വസ്തുവായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. കൂടാതെ നിരവധി പോഷക ഗുണങ്ങൾ പൊങ്ങിൽ അടങ്ങിയിരിക്കുന്നു. തേങ്ങ തന്നെ അപൂർവമായി ഈ കാലത്ത് പൊങ്ങ് കാണാമറയത്താണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വിഷുചന്തയ്ക്ക് തുടക്കമായി.
മാത്തിൽ ആരംഭിച്ച ചന്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ CDS എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മാത്തിലിൽ വിഷുചന്ത ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ചന്ത ഉദ്ഘാടനം ചെയ്തു. ഇന്ന് മുതൽ നമ്മളൊരു 3 ദിവസമാണ് നടത്താൻ വേണ്ടി പറഞ്ഞത്. എന്തായാലും ഇവർ ഒരു ദിവസം കൂടെ കൂട്ടി ശനിയാഴ്ച വരെ നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവായിട്ടൊരു ധാരണ ഉണ്ടാക്കിയത്. ശനിയാഴ്ച രണ്ടാം ശനിയാഴ്ച ആയതുകൊണ്ട് കുറച്ചും കൂടി ആളുകൾ ഇത് വാങ്ങാൻ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരായിട്ട് ആളുകൾക്ക് ഉൾപ്പെടെ സൗകര്യപ്രദമാകുമെന്ന് കണ്ടുകൊണ്ട് ചടങ്ങിൽ K. പത്മിനി അധ്യക്ഷത വഹിച്ചു. TM സതീശൻ മാസ്റ്റർ, ബ്രിറ്റാസ്, VV ഭാസ്കരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വിഷുചന്ത ഏപ്രിൽ 12 വരെ ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പെരളത്ത് ശ്രീ നെല്ലിയാട്ട് ഭഗവതി വരീക്കര ഭഗവതി ക്ഷേത്രത്തിൽ പൂരമഹോത്സവത്തിന് സമാപനം കുറിച്ച് പൂരംകുളി ചടങ്ങ് നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. പെരളത്ത് ശ്രീ നെല്ലിയോട്ട് ഭഗവതി വരീക്കര ഭഗവതി ക്ഷേത്രത്തിൽ പൂരംകുളി മഹോത്സവം നടന്നു. മീനമാസത്തിലെ കാർത്തിക നക്ഷത്രം മുതൽ നടത്തിവന്ന പൂരവിളക്ക് മഹോത്സവത്തിനാണ് സമാപനമായത്. പൂവിടൽ, വിശേഷാൽ പൂജകൾ മുതലായ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രം മേൽശാന്തി പെരിഗമന ഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേവിമാരുടെ ബിംബങ്ങളും തിരുവായുധങ്ങളും വാദ്യഘോഷങ്ങളോടുകൂടി ആറാട്ടുചിറയിൽ ആറാടിക്കുകയും ശ്രേഷ്ഠമായ പൂരംകുളിയും പൂജയും നിവേദ്യവും കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളിച്ച് ഉച്ചപൂജയും പൂരക്കഞ്ഞി പ്രസാദവും വിതരണത്തോടുകൂടി 9 ദിവസത്തെ പൂരോത്സവത്തിന് സമാപനം കുറിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. വിവിധ പദ്ധതികളിൽ 96 ലക്ഷം രൂപ ചെലവിൽ ചന്ദേര ഗവൺമെന്റ് UP സ്കൂളിനായി നിർമ്മിച്ച 6 ക്ലാസ് മുറികൾ ഉൾക്കൊള്ളുന്ന കെട്ടിട ഉദ്ഘാടനവും സ്കൂളിന്റെ 111ാമത് വാർഷികാഘോഷവും ഏപ്രിൽ 12 നടക്കും. രാവിലെ 11 മണിക്ക് കേരള നിയമസഭാ സ്പീക്കർ N. ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചന്ദേര ഗവൺമെന്റ് സ്കൂളിനായി കാസർഗോഡ് വികസന പാക്കേജിൽ 66 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച 4 ക്ലാസ് മുറികളും M. രാജഗോപാലൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ 28 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച 2 ക്ലാസ് മുറികളും ഉൾക്കൊള്ളുന്നതാണ് പുതിയതായി പണിത കെട്ടിടം. സ്കൂളിന്റെ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും നടക്കും. ഏപ്രിൽ 12 രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ N. ഷംസീർ ഉദ്ഘാടനം നിർവഹിക്കും. M. രാജഗോപാലൻ MLA അധ്യക്ഷത വഹിക്കും. തുടർന്ന് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടക്കും. വൈകുന്നേരം 6 മണിക്ക് സാംസ്കാരിക സന്ധ്യയിൽ യാത്രയയപ്പ് നടക്കും. CM വിനയചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ ചന്ദേര സ്കൂൾ പ്രധാനാധ്യാപകൻ MV ചന്ദ്രൻ, PTA പ്രസിഡന്റ് C. പ്രദീപൻ, VV നാരായണൻ, R. വിനോദ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചീമേനി പള്ളിപ്പാറ EMS വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വായനാ വെളിച്ചം സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകനായ സിജു കണ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചീമേനി പള്ളിപ്പാറ EMS വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വായനാ വെളിച്ചം സംഘടിപ്പിച്ചു. അവധിക്കാലത്ത് പുസ്തകങ്ങളോട് ചങ്ങാത്തം കൂടാനാണ് വായനാ വെളിച്ചം പരിപാടി സംഘടിപ്പിച്ചത്. മാധ്യമപ്രവർത്തകൻ സിജു കണ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദേശാഭിമാനി ചെറുപ്പാടിൻ്റെ ഒരു വായനശാല ചെറുപ്പാടിയിൽ വരുന്നു. ബാങ്ക് റോഡ് EMS ഗ്രന്ഥാലയം വരുന്നു. പുലിയന്നൂരിൽ AKG ഗ്രന്ഥാലയം വരുന്നു. അപ്പോൾ വായനശാലകൾ തിരിച്ചുവരവിൻ്റെ ഒരു പാതയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏതായാലും വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ്. വിഷയം മുൻനിർത്തിക്കൊണ്ടാണ് വായന വർദ്ധിപ്പിക്കുക എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. ആദ്യം തന്നെ ഒരു സന്തോഷമെന്ന് പറയുന്നത്, നമ്മൾ സാധാരണ വായനശാലനെ കുറിച്ച് പൊതുവേ പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ ചെറുപ്പാടി വായനശാലയുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നത്, നമ്മളൊരു പരിപാടി സംഘടിപ്പിക്കണം, ഒരു നോട്ടീസ് അടിക്കണം, അപ്പോൾ ഗ്രന്ഥശാലേൻ്റെ ഫണ്ട് വരും. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന വായനശാലകളുണ്ട്. പക്ഷേ സുഗൂട്ടൻ വളരെ ദീർഘമായി തന്നെ കാര്യം പറഞ്ഞു. ഈ വെക്കേഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം പോലും പാഴാക്കാതെ നമ്മുടെ കുട്ടികൾ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുവരുന്നതിന് അതിന് എടുക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ലഹരിയാവാം പുസ്തകങ്ങളോട് എന്നാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് അറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ എന്താണ്? വായനശാല പ്രസിഡന്റ് സന്തോഷ് കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. K. സുകുമാരൻ, നിഷ K, വിജില K, സൂര്യ C എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പൂരംകുളിയോടുകൂടി നാട്ടെഴുന്നള്ളത്തിന് തുടക്കമായി. ക്ഷേത്രങ്ങളിലും വിവിധ തറവാടുകളിലും നാട്ടെഴുന്നള്ളത്ത് സന്ദർശനം നടത്തി.
രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പൂരംകുളിയോടുകൂടി നാട്ടെഴുന്നള്ളത്തിന് തുടക്കമായി. എഴുന്നള്ളത്ത് രാമന്തളി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലും കുന്നത്തെരു ദുർഗാദേവി ക്ഷേത്രത്തിലും കൂടിക്കാഴ്ചയ്ക്കു ശേഷം എഴുന്നള്ളത്ത് വിവിധ തറവാടുകളിൽ എത്തി. വരും ദിവസങ്ങളിൽ വീടുകളിൽ നാട്ടെഴുന്നള്ളത്ത് എത്തും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിലെ പുതിയ റോട്ടറി ക്ലബ്ബായ റോട്ടറി പയ്യന്നൂർ എലൈറ്റിന്റെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ഏപ്രിൽ 12 വൈകുന്നേരം നടക്കും. പയ്യന്നൂരിലെ നിറസാന്നിധ്യമായ പയ്യന്നൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പുതിയ റോട്ടറി ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. റോട്ടറി ഡിസ്ട്രിക്ട് 3204 ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ ക്ലബിന്റെ ചാർട്ടർ പ്രസന്റേഷനും ഉദ്ഘാടനവും നിർവഹിക്കും. മുൻ ഡിസ്ട്രിക്ട് ഗവർണർമാരായ ശ്രീധരൻ നമ്പ്യാർ, പ്രമോദ് നായനാർ, ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി മോഹൻദാസ് മേനോൻ എന്നിവർ ചാർട്ടർ മെമ്പർമാരെയും പുതിയ ഭാരവാഹികളെയും അവരോധിക്കും. ഡിസ്ട്രിക്ട് സെക്രട്ടറി CR നമ്പ്യാർ, സോണൽ കോർഡിനേറ്റർ VKV മനോജ്, അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ പത്മനാഭൻ കുമാർ, GGR ഡോക്ടർ വരുൺ നമ്പ്യാർ എന്നിവരും സമീപ പ്രദേശത്തുള്ള റോട്ടറി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുക്കും. പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിജു പുതിയപുരിയിൽ, സെക്രട്ടറി സുനിൽകുമാർ EP എന്നിവരടങ്ങുന്ന 13 അംഗ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് പുതിയ ക്ലബിനെ നയിക്കുന്നത്. പയ്യന്നൂരിലെ സാമൂഹിക സേവന രംഗത്ത് ഇതര സംഘടനകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ കഴിയുന്ന രീതിയിൽ വേണ്ട ഇടപെടലുകൾ നടത്താൻ വേണ്ടത് ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ റോട്ടറി പ്രസിഡന്റ് സജിത്ത് P, സെക്രട്ടറി ബാബു പള്ളയിൽ, പുതിയ ക്ലബിന്റെ ഉപദേശകനായ അബ്ദുൽ ഖാദർ M, രാജീവൻ TA, പുതിയതായി രൂപീകരിക്കുന്ന ക്ലബിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷിജു പുതിയപുരിയിൽ, സെക്രട്ടറി സുനിൽകുമാർ EP എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വോളി ഫ്രണ്ട്സ് കടന്നപ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ജൂനിയർ ബോയ്സ് ആൻഡ് ഗേൾസ് വോളി ഫെസ്റ്റ് വെള്ളി ശനി ദിവസങ്ങളിൽ ചന്തപുര പഞ്ചായത്ത് ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റ് പയ്യന്നൂർ DYSP വിനോദ് കുമാർ K ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന മത്സരത്തിൽ നന്മ കണ്ടങ്കാളി വോളി ഫ്രണ്ട്സ് കടന്നപ്പള്ളിയുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലും ബുധനാഴ്ച രാത്രി വീശിയടിച്ച കാറ്റിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ മുറിഞ്ഞു വീണ് നിരവധി വീടുകൾ തകർന്നു. ഒപ്പം നിരവധിയിടങ്ങളിൽ കൃഷിനാശം. ഉത്തര മലബാറിലെ വസന്തോത്സവമായ പൂരമഹോത്സവത്തിന് സമാപനം. മാടായിക്കാവ് പൂരമഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിനിർഭരമായ പൂരംകുളി ആറാട്ട് ചടങ്ങ് നടന്നു. മാടായിപ്പാറയിലെ വടുകുന്ന തടാകത്തിൽ നടന്ന പൂരംകുളി ദർശിക്കാൻ 10,000 എത്തിച്ചേർന്നു. മാലിന്യത്തിൽ നിന്ന് എന്ന് മോക്ഷം കിട്ടുമെന്നറിയാതെ കടുത്ത വേനലിലും വറ്റാതെ ഒഴുകി പരിയാരത്തെ അലക്യം തോട് സംരക്ഷണത്തിനായി പല പദ്ധതികളും തയ്യാറാക്കിയെങ്കിലും കാലം ഇത്ര കഴിഞ്ഞിട്ടും ഒന്നും തന്നെ നടപ്പാക്കിയിട്ടില്ല. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS വിഷുചന്ത തുറന്നു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തൊരുക്കിയ ചന്ത നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.